നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പിണറായി സർക്കാരിനെ താഴെ ഇറക്കി കേരളത്തിലെ ജനങ്ങൾ UDFന് കൈകൊടുത്തത്. 102 സീറ്റുകളിൽ വലിയ വിജയം സമ്മാനിച്ചുകൊണ്ടാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നത്. പിന്നീട് നമ്മൾ അധികാര വടംവലി അല്ലെങ്കിൽ തർക്കങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തായാലും ഏറ്റവും ഒടുവിലായി VD സതീശൻ്റെ നേതൃത്വത്തിൽ 21 അംഗ മന്ത്രിസഭ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. UDFന് അധികാരം നൽകിയ ജനങ്ങൾ എന്തായാലും കോൺഗ്രസിലെ തമ്മിലടി കാണേണ്ടി വരും എന്നുറപ്പായിരുന്നു. പക്ഷേ ഈ തമ്മിലടി ഇത്രയധികം പോകുമെന്ന് ആരും വിചാരിച്ചില്ല. ആദ്യം മുഖ്യമന്ത്രിക്ക് വേണ്ടി തമ്മിലടി നടന്നു. മുഖ്യമന്ത്രിക്കായി 3 പേർ രംഗത്തെത്തിയത് ഹൈക്കമാൻഡിനെ പോലും കുഴക്കി. 3 പേരിൽ ഒരാളെ നേരത്തെ തന്നെ ഹൈക്കമാൻഡ് നിശ്ചയിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ അതിനിടയിലുണ്ടായ രാഷ്ട്രീയ ഇടപെടലുകൾ ഏതാണ്ട് 80-85 സീറ്റ് അല്ലെങ്കിൽ 70-80 സീറ്റ് ഇങ്ങനെയൊക്കെയാണ് ഹൈക്കമാൻഡ് അടക്കം UDFന് കേരളത്തിൽ പ്രതീക്ഷിച്ചത്. ഈ 102 സീറ്റൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ VD സതീശൻ ആദ്യഘട്ടം തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ തന്നെ 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരും കേരളത്തിൽ എന്ന് പറഞ്ഞിരുന്നു. VD സതീശൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ 100-ലധികം സീറ്റുകളിൽ UDF വിജയിച്ചു. ഇത് VD സതീശൻ പിന്നീട് പിടിവള്ളിയാക്കി മാറ്റുകയായിരുന്നു. മാത്രമല്ല KC വേണുഗോപാലിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഹൈക്കമാൻഡ് തീരുമാനം, അതിനെ അട്ടിമറിക്കുന്നതിന് പിന്നിൽ മുസ്ലിം ലീഗ് എന്ന മറ്റൊരു ഘടകകക്ഷി കൂടിയുണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് എങ്ങുമില്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ VD സതീശന് വേണ്ടി ശക്തമായി വാദിച്ചു. ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്തായാലും ആ ഒരു വാദം അല്ലെങ്കിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ പിന്നീട് കീഴ്മേൽ മറിഞ്ഞത്, KC വേണുഗോപാൽ ഒരു അണുവിട പിന്നോട്ട് പോകാതെ ദീർഘനാൾ നിന്നത്, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ അവകാശവാദം, പാർട്ടിയിൽ സീനിയറായ ഒരു നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന വ്യക്തി എന്ന നിലയിൽ തനിക്കിത്തവണ മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന ശക്തമായ ആവശ്യവുമായി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഈ MLA-മാരുടെ ഒരു പിന്തുണ അത് തനിക്കാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് KC വേണുഗോപാൽ നിലപാടിൽ ഉറച്ചു നിന്നു. കാരണം MLA-മാരുടെ പിന്തുണയിലപ്പുറം ഒരു മാനദണ്ഡം ഒരു കാലത്തും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡ് എടുത്തിട്ടില്ല, ഹൈക്കമാൻഡ് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തിന് കേരളത്തിൽ മാത്രം ഇത്തവണ പിന്നോക്കം പോകണമെന്ന ചോദ്യം KC വേണുഗോപാൽ ചോദിച്ചു തുടങ്ങി. ജനങ്ങളുടെ ആവശ്യം അതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ അതിനെ നേരിട്ടത്. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ആവശ്യമൊന്നുമല്ല, ഘടകകക്ഷികളിൽ പ്രധാനിയായ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദം, അതാണ് UDFൽ ഇങ്ങനെയൊരു തീരുമാനം അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ഇങ്ങനെയൊരു തീരുമാനം ഹൈക്കമാൻഡിന് എടുക്കേണ്ടി വന്നത് എന്ന് നിസ്സംശയം പറയാം. എന്തായാലും ഏറ്റവും ഒടുവിലായി ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കം അത് പരിഹരിക്കപ്പെടുന്നു. 3-ൽ ഒരാൾ VD സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നു. ആ പ്രഖ്യാപനം ദില്ലിയിൽ നിന്നുണ്ടാകുന്നു. KC വേണുഗോപാലും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ പരിഭവം പറഞ്ഞുവെങ്കിലും ഏറ്റവും ഒടുവിലായി ഈ പരിഭവങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് ഹൈക്കമാൻഡ് തീരുമാനത്തിനോടൊപ്പം എല്ലാവരും നിന്നത് കേരളത്തിലെ ജനങ്ങളിൽ വലിയൊരു ആശ്വാസമുണ്ടാക്കുന്നു. പിന്നീട് വലിയൊരു സത്യപ്രതിജ്ഞ, ജനപിന്തുണയോടുകൂടിയ സത്യപ്രതിജ്ഞ തിരുവനന്തപുരത്ത് നടക്കുന്നു. പക്ഷേ അവിടെ കൊണ്ടും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. സാധാരണഗതിയിൽ ഈ ഒരു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഈ ഗവർണറുടെ അല്ലെങ്കിൽ രാജ്ഭവനിൽ ഒരു ചായ കുടി സൽക്കാരമൊക്കെ കഴിഞ്ഞ് മന്ത്രിമാർ പുറത്തിറങ്ങുമ്പോഴേക്കും വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നത് സംബന്ധിച്ച വിവരം ഗസറ്റ് നോട്ടിഫിക്കേഷൻ മുഖാന്തിരമോ അല്ലെങ്കിൽ രേഖാമൂലമോ ഒക്കെ മാധ്യമങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. ഇന്ന മന്ത്രിമാർക്ക് ഇന്ന വകുപ്പുകൾ നൽകിയിരിക്കുന്നു എന്ന് പറയുമായിരുന്നു. പക്ഷേ ഈ സമയം വരെയും വകുപ്പുകളിന്മേൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ നൽകണമെന്നതിനെക്കുറിച്ച് സ്ഥിരീകരിച്ച് വാർത്ത നൽകാൻ ഇപ്പോഴും കഴിയാത്ത ഒരു സാഹചര്യമാണ്. UDFനകത്ത് വകുപ്പുകൾ തമ്മിൽ, കോൺഗ്രസിനകത്തും വകുപ്പുകൾ തമ്മിലുള്ള ചില തർക്കങ്ങൾ, വകുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ചില തർക്കങ്ങൾ നടക്കുന്നുവെന്നാണ് സൂചന. അല്പസമയം മുമ്പ് കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ മന്ത്രിയായിട്ടുള്ള K മുരളീധരൻ തന്നെ ഇങ്ങനെയൊരു തർക്കമുണ്ട് എന്ന് സ്ഥിരീകരിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഉന്നത വിദ്യാഭ്യാസം, ഫിഷറീസ്, തുറമുഖം എന്നീ വകുപ്പുകൾ സംബന്ധിച്ചിട്ടാണ് ഇപ്പോൾ തർക്കം നടക്കുന്നത് എന്നാണ് സൂചന. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്ന് എടുത്തുമാറ്റിയത് കാരണം ഫിഷറീസ് വകുപ്പ് തങ്ങൾക്ക് തരണമെന്ന് ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഫിഷറീസ് വകുപ്പ് ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് വേണം എന്നവർ നേരത്തെ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുറമുഖ വകുപ്പിന് KC വേണുഗോപാൽ പക്ഷവും ആവശ്യം ഉന്നയിക്കുന്നു. ഇക്കാര്യങ്ങളിൽ സമവായം ഇതുവരെ കണ്ടെത്താൻ പാർട്ടിക്കോ UDFനോ സാധിച്ചിട്ടില്ല
എന്നാണ് ലഭിക്കുന്ന വിവരം. ഇങ്ങനെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വകുപ്പുകൾക്ക് വേണ്ടിയും ഒക്കെയുള്ള തർക്കം അത് നമുക്ക് ഒരു പരിധിവരെ സഹിക്കാം. ഇപ്പോഴും വകുപ്പുകൾ, അതായത് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് ഇത്രയധികം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വകുപ്പുകൾ അനുവദിച്ച് നൽകാൻ കഴിയാത്തത് അത് തർക്കം കാരണമാണ് എന്നുള്ളത് അത് ഇതുവരെ അസാധാരണമായ ഒരു കാര്യമാണ്. എന്നാൽ ഈ വകുപ്പുകളിൽ മാത്രം തർക്കങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കേൾക്കുന്നത്. അതായത് വകുപ്പുകൾക്കും അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രി പദവിക്കും അപ്പുറത്തേക്ക് നിസ്സാരമായ ചില നാണം കെട്ട കാര്യങ്ങളിലേക്ക് തർക്കങ്ങൾ നീളുന്നു എന്നാണ് സൂചന. അതായത് ഔദ്യോഗിക വസതിക്ക് വേണ്ടി മന്ത്രിമാർ ഇപ്പോഴും തർക്കിച്ച് നടക്കുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. മന്ത്രിമാർക്ക് മന്ത്രി മന്ദിരങ്ങൾ അനുവദിച്ചു നൽകേണ്ടതുണ്ട്. ഓരോ മന്ത്രിമാർക്കും ഓരോ മന്ദിരങ്ങളായിരിക്കും അനുവദിച്ചു നൽകുക. എന്നാൽ കൊള്ളാവുന്ന ചില മന്ത്രിമന്ദിരങ്ങൾക്ക് വേണ്ടി 3-4 മന്ത്രിമാർ ഒരേ സമയം അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരെ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അവകാശവാദങ്ങളിൽ നിന്ന് ഇപ്പോഴും പിന്തിരിയാൻ പല മന്ത്രിമാരും തയ്യാറായിട്ടില്ല. അതായത് മന്ത്രിമന്ദിരങ്ങൾ പലതുണ്ട് തിരുവനന്തപുരത്ത്. അതിൽ അവരവർക്ക് ഇഷ്ടപ്പെട്ട മന്ത്രിമന്ദിരങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഓരോ മന്ത്രിമാരും. അത് തനിക്ക് തന്നെ വേണമെന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് മന്ത്രിമാർ ഇപ്പോഴും തുടരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ നാണം കെട്ട തർക്കങ്ങളിലേക്ക് വീണ്ടും ഈ UDF മന്ത്രിസഭ പോവുകയാണ് എന്നാണ് അർത്ഥം. ഇതായത് ഈ അവകാശവാദങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും ഒടുവിൽ സർക്കാർ ഈ മന്ത്രിമന്ദിരങ്ങൾ നൽകിയേക്കാം എന്ന സൂചനയും വരുന്നുണ്ട്. അതായത് മന്ത്രിമാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാതെ ഓരോരുത്തർക്കും ഓരോ മന്ദിരങ്ങൾ അനുവദിച്ചു കൊടുക്കുക എന്ന ഒരു നിലയിലേക്ക് സർക്കാർ തീരുമാനമെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. മന്ത്രിമന്ദിരങ്ങൾക്കപ്പുറം കാറുകൾക്ക് വേണ്ടിയും ഇപ്പോൾ തർക്കം തുടരുകയാണ്. അതായത് എത്രാം നമ്പർ കാർ വേണം എന്നത് സംബന്ധിച്ച് തർക്കം തുടരുന്നു. ഉദാഹരണത്തിന് 13-ാം നമ്പർ കാറിന് അവകാശവാദം ഉന്നയിക്കാൻ ഒരു മന്ത്രിയും ഇതുവരെ തയ്യാറായിട്ടില്ല. 13 എന്ന നമ്പർ അത് ശുഭ സൂചകമല്ല. 13-ാം നമ്പർ എന്ന് പറയുന്നത് അത്ര നല്ല നമ്പർ അല്ല എന്നാണ് ഈ മന്ത്രിസഭയിലെ അംഗങ്ങളെല്ലാവരും കരുതുന്നത്. അതുകൊണ്ട് തന്നെ 13-ാം നമ്പർ വാഹനത്തിന് ഇതുവരെ ആളില്ല. അതേസമയം മറ്റ് നമ്പറുകൾക്ക് വേണ്ടി, ഉദാഹരണത്തിന് 15-ാം നമ്പർ കാറിന് വേണ്ടി ഒന്നിലധികം മന്ത്രിമാർ അവകാശവാദം ഉന്നയിക്കുന്നുവെന്നാണ് സൂചന. ടൂറിസം വകുപ്പാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ ഓരോ മന്ത്രിമാർക്കും അനുവദിച്ച് നൽകേണ്ടത്. അതിലൊന്നും പക്ഷേ വലിയ സങ്കീർണതകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. വരും ദിവസങ്ങളിൽ ഇതൊക്കെ പരിഹരിക്കപ്പെട്ടേക്കും. പക്ഷേ ഇത്രയധികം കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലേക്കൊക്കെ തർക്കങ്ങൾ നീണ്ടുപോകുന്നു എന്നുള്ളത് മന്ത്രിസഭയുടെ ഇമേജിനെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ തന്നെ പാർട്ടി അനുഭാവികൾക്കും അണികൾക്കുമിടയിൽ ഒരു വലിയ അസന്തുഷ്ടിയുണ്ട്. അതായത് ഇത്തരത്തിൽ VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യ ക്യാബിനറ്റ് യോഗം തുടങ്ങുന്നു. ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ചില വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക അത് സാധാരണമാണ്. കോൺഗ്രസ് പ്രവർത്തകർക്കെങ്കിലും ആവേശം നൽകുന്ന ചില കാര്യങ്ങൾ അത് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതപ്പെട്ടിരുന്നു. പക്ഷേ ആദ്യ ക്യാബിനറ്റിന് ശേഷം പുറത്തു വന്ന പല പ്രഖ്യാപനങ്ങളും അത്തരത്തിലുള്ള ആവേശമുണ്ടാക്കുന്നതല്ല എന്ന ഒരു പരാതി പൊതുവെ കോൺഗ്രസ് അണികൾക്കിടയിലും അതുപോലെ തന്നെ അനുഭാവികൾക്കിടയിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ ഭരണത്തിലേക്ക് കടക്കാൻ ഇതുവരെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ സമയം കിട്ടാത്തത് കൊണ്ടാണ് എന്ന ആരോപണവും ഈ സർക്കാർ നേരിടുന്നുണ്ട്. അതായത് ഒരു മന്ത്രിസഭ പുറത്തേക്ക് പോയിരിക്കുന്നു, മറ്റൊരു മന്ത്രിസഭ അധികാരത്തിലേക്ക് വരുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്താൽ ഉടൻ എന്തൊക്കെ ചെയ്യണമെന്നത് സംബന്ധിച്ച ഒരു പ്ലാനിംഗ് അത് ഈ മന്ത്രിസഭയ്ക്കോ മുഖ്യമന്ത്രിക്കോ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം ഈ തർക്കങ്ങളാണ്. തർക്കങ്ങൾ പരിഹരിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് പോവുക എന്നതിന് മാത്രമേ ഓരോ ദിവസവും സമയം ലഭിക്കുന്നുള്ളൂ. ഈ തർക്കങ്ങൾ ഒഴിവാക്കാതെ ഈ ഭരണം യഥാർത്ഥ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. വമ്പൻ പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കാനും കഴിയില്ല. ഏതാണ്ട് ആശാ വർക്കർമാർക്കുള്ള ഓണറേറിയം വർധനവ് മാത്രമാണ് ഒരു പരിധിവരെ ജനകീയമായ പ്രഖ്യാപനമെന്ന് കരുതാൻ കഴിയുക. മറ്റൊന്നും അത്ര ആകർഷകമായ പ്രഖ്യാപനങ്ങളല്ല. അത് VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് തർക്കങ്ങൾ ഒഴിവാക്കി സമയം കൊടുക്കാത്തത് കൊണ്ടാണ് എന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ തർക്കങ്ങൾ പോലും സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് മുൻ കോൺഗ്രസ് നേതാക്കന്മാരും അതുപോലെ തന്നെ അണികളുമെല്ലാം ഈ സർക്കാരിനും മന്ത്രിമാർക്കുമൊക്കെ നൽകുന്നുണ്ട്. കെ മുരളീധരൻ നേരത്തെ തന്നെ ഇഷ്ടമുള്ള വകുപ്പ് നൽകാമെന്ന് പാർട്ടി പറഞ്ഞിരുന്നതാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹം തിരഞ്ഞെടുത്ത വകുപ്പുകൾ അവസാന നിമിഷം അട്ടിമറിക്കുന്ന വാർത്ത നമ്മൾ കേട്ടു. പക്ഷേ ഏറ്റവും
ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന് ആരോഗ്യവും ദേവസ്വവും ഒക്കെ ലഭിച്ചു എന്നാണ് പറയാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ന മന്ത്രിമാർക്ക് ഇന്ന വകുപ്പുകൾ എന്ന് ഇപ്പോഴും പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതിന് പുറമെയാണ് വസതികൾക്കും വാഹനങ്ങൾക്കും ഒക്കെ വേണ്ടി ഇത്തരത്തിലുള്ള തർക്കങ്ങൾ തുടരുന്നത്.